എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 50 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന DMU ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന DMU ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷൻ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന DMU ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. കേരള നിയമസഭ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയത് എന്നാണ്? കേരള നിയമസഭ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയത് എന്നാണ്? ഓപ്ഷൻ ബി, 1969. 1969 കേരള നിയമസഭ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയത്. G77 ഗ്രൂപ്പ് ഓഫ് 77 സ്ഥാപിതമായ വർഷം ഏതാണ്? G77 സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ, 1964. 1964 ഗ്രൂപ്പ് ഓഫ് 77 G77 സ്ഥാപിതമായത്. ഐക്യരാഷ്ട്രസഭയിലെ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G77 രൂപീകരിക്കപ്പെട്ടത് ജനീവയിൽ വെച്ചായിരുന്നു. ഇതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ഒപ്പുവെച്ച 77 വികസ്വര രാജ്യങ്ങളിൽ ഇന്ത്യയും ഒരു സ്ഥാപക അംഗമായിരുന്നു. അമേരിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരേയൊരു ഏഷ്യൻ രാജ്യം ഏതാണ്? അമേരിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരേയൊരു ഏഷ്യൻ രാജ്യം? ഓപ്ഷൻ ഡി, ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസ് ആണ് അമേരിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരേയൊരു ഏഷ്യൻ രാജ്യം. 1946 ജൂലൈ 4 ഫിലിപ്പീൻസിന് അമേരിക്കയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം? ഓപ്ഷൻ സി, 6. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ 6 എണ്ണമാണ്. ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകൾ അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നിവയാണ്. ഇതിൽ UN സെക്രട്ടേറിയറ്റിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന 2 പ്രവൃത്തി ഭാഷകൾ വർക്കിംഗ് ലാംഗ്വേജസ് ഇംഗ്ലീഷും ഫ്രഞ്ചും മാത്രമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താണ്? യുഎൻഒയുടെ പതാകയുടെ നിറം? ഓപ്ഷൻ ബി, ഇളം നീല. ഐക്യരാഷ്ട്രസഭയുടെ പതാകയ്ക്ക് ഇളം നീല നിറമാണ്. ഇളം നീല പശ്ചാത്തലത്തിൽ ലോകഭൂപടത്തെ ഇരുവശത്തു നിന്നും ഒലിവ് മരച്ചില്ലകൾ പൊതിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ആഗോള സമാധാനത്തെ സൂചിപ്പിക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ഡി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. പൊതു സ്വകാര്യ പങ്കാളിത്തം PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ കോഡ് നാമം എന്താണ്? ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ കോഡ് നാമം എന്തായിരുന്നു? ഓപ്ഷൻ എ, ഓപ്പറേഷൻ ശക്തി. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന കോഡ് നാമം. 1998 മെയ് 11, 13 തീയതികളിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ് ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ഇന്ത്യ 2ാമത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മെയ് 11 ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി, നാഷണൽ ടെക്നോളജി ഡേ ആയി ആചരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം 1974 സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നാമത്തിലാണ് നടന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ ഡി, ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്. ഹോർത്തൂസ് മലബാരിക്കസ് എന്ന വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏത് രാജ്യത്തിൻ്റെ പിന്തുണയോടെയാണ് എഴുതപ്പെട്ടത്? ഹോർത്തൂസ് മലബാരിക്കസ് എന്ന വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏത് രാജ്യത്തിൻ്റെ പിന്തുണയോടെയാണ് എഴുതപ്പെട്ടത്? ഡച്ച്. ഹോർത്തൂസ് മലബാരിക്കസ് എന്ന വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഡച്ചുകാരുടെ പിന്തുണയോടെയാണ് എഴുതപ്പെട്ടത്. മലബാറിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാരിക്കസ് 12 വോള്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്.
ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഈ ഗ്രന്ഥത്തിന്റെ രചനയിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. കേരളത്തിൽ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? കേരളത്തിൽ തൃപ്പടിദാനം നടത്തിയത് ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിൽ തൃപ്പടിദാനം നടത്തിയത്. കൊല്ലവർഷം 925 മകരം 5-ന് 1750 ജനുവരി 3-നാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് തൃപ്പടിദാനം നടത്തിയത്. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ ഭരണം നടത്തി. 1980 മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 1980 മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി എസ് കെ പൊറ്റക്കാട്ട്. എസ് കെ പൊറ്റക്കാട്ടിനായിരുന്നു 1980 മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്ട്. അദ്ദേഹത്തിന്റെ വിഖ്യാത നോവലായ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് 1980 ഈ പുരസ്കാരം ലഭിച്ചത്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഏത് ക്രൈസ്തവ സഭാ വിഭാഗത്തിൽ പെട്ടതാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഏത് ക്രൈസ്തവ സഭാ വിഭാഗത്തിൽപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കത്തോലിക്ക. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ക്രൈസ്തവ സഭ കത്തോലിക്ക വിഭാഗത്തിൽ പെട്ടതാണ്. പൊയ്കേൽ യോഹന്നാന്റെ വിളിപ്പേര് എന്താണ്? പൊയ്കേൽ യോഹന്നാന്റെ വിളിപ്പേര് ഓപ്ഷൻ എ കുമാരഗുരു. കുമാരഗുരു എന്നായിരുന്നു പൊയ്കേൽ യോഹന്നാന്റെ വിളിപ്പേര്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം ഓപ്ഷൻ ബി 3. 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് ഈ 3 നദികൾ. എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ബി തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. 1112 തുലാം 27-ന് 1936 നവംബർ 12-നാണ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഈ വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക ലോകത്തിലെ മഹാത്ഭുതമെന്നും ചരിത്രകാരന്മാർ കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നും വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുമ്പോൾ ഗവർണറുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അധികാരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 356. നിർദ്ദേശക തത്വങ്ങൾ സ്വഭാവത്തിൽ എങ്ങനെയുള്ളതാണ്? നിർദ്ദേശക തത്വങ്ങൾ സ്വഭാവത്തിൽ എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശം. നിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശ സ്വഭാവം ഉള്ളതാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് നിയമപരമായ നിർബന്ധമില്ലാത്തതിനാൽ ഇവയെ കോടതികൾ വഴി നടപ്പാക്കാൻ കഴിയാത്തവ എന്ന് വിളിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കാര്യവകുപ്പ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കാര്യവകുപ്പ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഡിസംബർ 18. ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കാര്യവകുപ്പ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത്. ഭൂമധ്യരേഖ കടന്നുപോകുന്ന തലസ്ഥാന നഗരം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ സി ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമായ ക്വിറ്റോയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാന നഗരം. ഇന്ത്യയുടെ വിഭജന കാലത്തുണ്ടായ
അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഇന്ത്യയുടെ വിഭജനകാലത്തുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ഉർവശി ഭൂട്ടാലിയ. ഉർവശി ഭൂട്ടാലിയാണ് ഇന്ത്യയുടെ വിഭജനകാലത്തുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതിയുടെ രചയിതാവ്. അയിത്തജാതിക്കാർ ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള വിലക്കുകൾക്കെതിരെ കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയിത്തജാതിക്കാർ ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള വിലക്കുകൾക്കെതിരെ കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് അയിത്തജാതിക്കാർ ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള വിലക്കുകൾക്കെതിരെ കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ബി പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വായു മലിനീകരണത്തിലെ പ്രധാന രാസവസ്തുക്കൾ. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വായു മലിനീകരണത്തിലെ പ്രധാന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളുമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വായു മലിനീകരണത്തിലെ പ്രധാന രാസവസ്തുക്കൾ. അന്തരീക്ഷത്തിലെത്തുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും മഴവെള്ളവുമായി ചേർന്ന് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയായി മാറിയാണ് അമ്ലമഴ ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ എക്കൽ മണ്ണിൻ്റെ ഏകദേശ ശതമാനം എത്രയാണ്? ഇന്ത്യയിലെ എക്കൽ മണ്ണിൻ്റെ ഏകദേശ ശതമാനം എത്രയാണ്? ഓപ്ഷൻ ഡി 43%. ഇന്ത്യയിൽ ഏകദേശം 43%-ഓളമാണ് എക്കൽ മണ്ണ് ഉള്ളത്. ഭക്ഷണത്തിന് പകരം ജോലി പദ്ധതി പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ഭക്ഷണത്തിന് പകരം ജോലി പദ്ധതി പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ഓപ്ഷൻ സി NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. ഭക്ഷണത്തിന് പകരം പദ്ധതി പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ടത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം NREP എന്നായിരുന്നു. 1977 ആരംഭിച്ച ഭക്ഷണത്തിന് പകരം ജോലി ഫുഡ് ഫോർ വർക്ക് പദ്ധതി 1980 ഒക്ടോബർ 1 NREP ആയി പുനർനാമകരണം ചെയ്തത്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇത് നടപ്പിലാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഭാഗം 4-ൽ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം മുൻനിർത്തിയാണ് ഇവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആനമുടി മലകളിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ആനമുടി മലകളിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാർ. പാമ്പാർ നദിയാണ് തന്നിരിക്കുന്നവയിൽ ആനമുടി മലകളിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനത്തിലാണ് ചരിത്രപ്രസിദ്ധമായ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ഇതിനെ തുടർച്ചയായി 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി രാജ്യവ്യാപകമായി ആചരിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരെ പോരാടുന്നതിനായി വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരെ പോരാടുന്നതിനായി വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ ബി ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘമാണ് ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരെ പോരാടുന്നതിനായി വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിനായി അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഏതാണ്? കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിനായി അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ ഡി തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. തിരുവിതാംകൂർ
മുസ്ലിം മഹാസഭയായിരുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിനായി അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന. ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്ന വൈദികൻ ആരാണ്? ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്ന വൈദികൻ? ഓപ്ഷൻ സി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്ന വൈദികൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(c) ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(c) ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി സംഘടനകളോ യൂണിയനുകളോ രൂപിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകളോ യൂണിയനുകളോ രൂപിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(c) പ്രതിപാദിക്കുന്നത്. ബ്രാഹ്മണ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമേതാണ്? ബ്രാഹ്മണ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകം? ഓപ്ഷൻ ഡി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ബ്രാഹ്മണ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയായിരുന്നു? ഓപ്ഷൻ എ 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഓപ്ഷൻ എ പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിലാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMA-യുടെ മാതൃവകുപ്പ് ഏതാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാതൃവകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാതൃവകുപ്പ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് NDMA രൂപീകരിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. പോലീസോ മറ്റേതെങ്കിലും വ്യക്തിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? പോലീസോ മറ്റേതെങ്കിലും വ്യക്തിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് പോലീസോ മറ്റേതെങ്കിലും വ്യക്തിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. വ്യക്തിയെ ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. ഒരു രാസമാറ്റം സാധാരണയായി എന്തിനെയാണ് ബാധിക്കുന്നത്? ഒരു രാസമാറ്റം സാധാരണയായി എന്തിനെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി ഇലക്ട്രോൺ. ഒരു രാസമാറ്റം സാധാരണയായി ഇലക്ട്രോണിനെയാണ് ബാധിക്കുന്നത്. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ വിട്ടു നൽകുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് പുതിയ രാസബന്ധങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ന്യൂക്ലിയസിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. വധശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ട്രയൽ കോടതി ഏതാണ്? വധശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ട്രയൽ കോടതി ഏതാണ്? ഓപ്ഷൻ ബി സെഷൻസ് കോടതി. സെഷൻസ് കോർട്ടാണ് വധശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ട്രയൽ കോടതി. സെഷൻസ് കോടതിക്ക് വധശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടെങ്കിലും ഈ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ അനുമതി നിർബന്ധമായും വാങ്ങിയിരിക്കണം. താഴെ പറയുന്നവയിൽ വൈദ്യുത പ്രവാഹം കടത്തിവിടുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ വൈദ്യുത പ്രവാഹം കടത്തിവിടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. തന്നിരിക്കുന്നവയിൽ ഗ്രാഫൈറ്റ് ആണ് വൈദ്യുത പ്രവാഹം കടത്തിവിടുന്നത്. കാർബണിന്റെ ഒരു രൂപാന്തരമായ ഗ്രാഫൈറ്റ് ഒരു അലോഹമാണെങ്കിലും അതിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു. ഇതിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഇത് ബാറ്ററികളിലും ഇലക്ട്രോഡുകളിലും ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ സി വോൾട്ടേജ് മാറ്റാൻ. വോൾട്ടേജ് മാറ്റാനാണ് ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് AC വോൾട്ടേജുകളിൽ മാത്രമാണ്. DC-യിൽ ഇത് പ്രവർത്തിക്കില്ല. വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നവയെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും കുറയ്ക്കാൻ ഉപയോഗിക്കുന്നവയെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കുന്നു.
ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരത്തെയാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 AU എന്ന് വിളിക്കുന്നത്. ഇത് ഏകദേശം 149.6 മില്യൺ കിലോമീറ്റർ ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാർബൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവയെ ഒരുമിച്ച് വിളിക്കുന്നത് എന്താണ്? കാർബൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവയെ ഒരുമിച്ച് വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ അലോട്രോപ്പുകൾ, രൂപാന്തരങ്ങൾ. അലോട്രോപ്പുകൾ എന്നാണ് കാർബൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവയെ ഒരുമിച്ച് വിളിക്കുന്നത്. ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭൗതിക രൂപങ്ങളെയാണ് അലോട്രോപ്പുകൾ എന്ന് വിളിക്കുന്നത്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ രൂപാന്തരം ഡയമണ്ടും മൃദുവായ രൂപാന്തരം ഗ്രാഫൈറ്റും ആണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? ഓപ്ഷൻ ബി വെള്ളി. തന്നിരിക്കുന്നവയിൽ വെള്ളിയാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം. വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി അമ്മീറ്റർ. അമ്മീറ്ററാണ് വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കുടിക്കുന്ന സോഡയുടെ പ്രകൃതം എന്താണ്? കുടിക്കുന്ന സോഡയുടെ പ്രകൃതം എന്താണ്? ഓപ്ഷൻ ബി ആസിഡിക്. അമ്ല ഗുണമുള്ളതാണ്. കുടിക്കുന്ന സോഡയുടെ പ്രകൃതം ആസിഡിക് ആണ്. സോഡ വെള്ളത്തിൽ ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർത്തിരിക്കുന്നു. ഇത് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ വീര്യം കുറഞ്ഞ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നതിനാണ് സോഡയ്ക്ക് ആസിഡിക് സ്വഭാവം വരുന്നത്. താപനിലയുടെ അന്താരാഷ്ട്ര യൂണിറ്റ് SI യൂണിറ്റ് ഏതാണ്? താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ. കെൽവിനാണ് താപനിലയുടെ അന്താരാഷ്ട്ര SI യൂണിറ്റ്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് മൂല്യങ്ങൾ ഉണ്ടാകാറില്ല. 0 കെൽവിൻ 0K എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായി കണക്കാക്കപ്പെടുന്നു. ഇത് -273.15 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്. ആബ്സല്യൂട്ട് 0. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.